ക്രിസ്റ്റൽ പാലസ് അഥവാ അത്ഭുതങ്ങളുടെ ആകാശഗോപുരം. പതിറ്റാണ്ടുകളായി പൊടിപിടിച്ചു കിടന്ന സെൽഹേഴ്സ് പാർക്കിന്റെ ഷെൽഫിൽ 3 മാസത്തിന്റെ ഇടവേളയിലെത്തിയ 2 കിരീടങ്ങൾ. ഇപ്പോഴും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ടില്ല ആരാധകർക്ക്. 2025 മെയ് 17 വിശ്വവിഖ്യാതമായ വെംബ്ലി. 16-ാം മിനിറ്റിൽ എബറെ എസെ സിറ്റിയുടെ നെഞ്ചു പിളർന്നു. ഒർട്ടേഗ നിസ്സഹായനായിരുന്നു. ഗോൾ മടക്കാൻ അവസരങ്ങൾ പലതും മുന്നിൽ വീണ് കിട്ടിയതാണ്. പക്ഷേ പെപ്പിന്റെ കണക്കുകൂട്ടലുകൾക്ക് മുന്നിൽ ഹെൻഡേഴ്സൺ എന്ന അതികായൻ ഒരു നെടുങ്കോട്ട പണിതുയർത്തി. ഇക്കുറി എതിരാളികൾ മാത്രമേ മാറിയിട്ടുള്ളൂ, വേദി മാറിയിട്ടില്ല. അതേ വെംബ്ലി. മുന്നിൽ അർനെ സ്ലോട്ടിന്റെ ചെങ്കുപ്പായക്കാർ. തന്റെ പുതിയ പടക്കുതിരകളുടെ കൂട്ടത്തിൽ 5-ൽ 4 പേരെയും സ്ലോട്ട് മൈതാനത്തേക്ക് കയറൂരി വിട്ടു. ഫ്ലോറിയാൻ വിറ്റ്സും എക്കിറ്റിക്കയും കെർക്കസും ഫ്രിംഗ്പോങ്ങുമൊക്കെ ആദ്യ 11-ൽ തന്നെ ഇടം പിടിച്ചു. വെംബ്ലിയുടെ അന്തരീക്ഷത്തിൽ ആദ്യ വിസിൽ മുടങ്ങി. പന്തുരുണ്ടു. 4-ാം മിനിറ്റിൽ തന്നെ എക്കിറ്റിക്കയുടെ പ്രഹരം. ഇടതുവിങ്ങിൽ ഫ്ലോറിയാൻ വിറ്റ്സിന്റെ കാലിൽ നിന്ന് പാഞ്ഞെത്തിയ പന്തേറ്റു വാങ്ങി അയാൾ ഗോൾമുഖത്തേക്ക് തിരിഞ്ഞു. പിന്നെ തനിക്ക് മുന്നിൽ ഗാർഡെടുത്ത 2 പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ നിറയൊടിക്കുന്നു. ഹെൻഡേഴ്സന് പിടികൊടുക്കാതെ പന്ത് വലയിൽ ചെന്ന് വിശ്രമിച്ചു. ഈ കളി ഏകപക്ഷീയമായൊരു ഫലത്തിൽ ചെന്നാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് ഗാലറിയുടെ മനസ്സപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കണം. എന്നാൽ 17-ാം മിനിറ്റിൽ ക്രിസ്റ്റൽ പാലസിന്റെ മറുപടി എത്തി. പെനാൽറ്റി ബോക്സിൽ വിർജിൽ വാൻ ഡെക്കിന്റെ വാരിക പിഴവ്. റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുത്ത മറ്റേറ്റക്ക് പിഴച്ചില്ല. സ്കോർ 1-1. 4 മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല. ലിവർപൂളിന്റെ മറുപടി എത്തി. ഇക്കുറി ഫ്രിംഗ്പോങ്ങിന്റെ ഊഴമായിരുന്നു. വലതു വിങ്ങിലൂടെ ജർമയുടെ കുതിപ്പ്. പെനാൽറ്റി ബോക്സിൽ വെച്ച് അയാൾ പന്തിനെ ഒറ്റച്ചിപ്പിൽ ഗോൾമുഖത്തേക്ക് തിരിക്കുന്നു. ഹെൻഡേഴ്സന് മുകളിലൂടെ അത് വലയിലേക്ക് ഊർന്നിറങ്ങി. 77-ാം മിനിറ്റിൽ ഇസ്മായിൽ സാർ തിരിച്ചടിച്ചതോടെ വെംബ്ലി ഉണർന്നു. പക്ഷേ അവസാന വിസിലിന് മുമ്പ് പിന്നെ ഒരിക്കൽ പോലും വല കുടുങ്ങിയില്ല. ഹെൻഡേഴ്സൺ തന്റെ തലയിലെ തൊപ്പി ഒരിക്കൽ കൂടി ഉറപ്പിച്ചു നിർത്തി. മാസങ്ങൾക്ക് മുമ്പ് ഒമർ മറമൂഷിന് അയാൾക്ക് മുന്നിൽ പിഴച്ചതാണ്. സിറ്റിക്ക് ഒരു കിരീടമില്ലാ സീസൺ സമ്മാനിക്കുന്നതിൽ അയാളുടെ റോൾ വലുതായിരുന്നല്ലോ. വെംബ്ലിയിൽ അതിന്റെ തനി ആവർത്തനമാണ് ആരാധകർ കണ്ടത്. മക്കലിസ്റ്റർക്കും ഏലിയറ്റിനും അയാൾക്ക് മുന്നിൽ ആത്മവിശ്വാസം നഷ്ടമായി. സലാഹ് പന്ത് പുറത്തേക്കടിച്ചു കളഞ്ഞു. ഒടുവിൽ വെംബ്ലി ഒരിക്കൽ കൂടി പാലസിന്റെ വിജയഗാഥയ്ക്ക് സാക്ഷിയായി. ക്രിസ്റ്റൽ പാലസ് അതിപ്പോൾ പ്രതീക്ഷകളുടെ കൊട്ടാരമാണ്. അസാധ്യമാണെന്ന് ഇന്നലെ വരെ കരുതിയ പലതും മൈതാനത്ത് സാധ്യമാക്കുകയാണ് ആ അത്ഭുത സംഘം. കളിക്ക് തൊട്ടു മുമ്പ് ഡിയഗോ ജോട്ട കാതർമർപ്പിച്ച് വെംബ്ലി നിശബ്ദമായപ്പോൾ ചില ക്രിസ്റ്റൽ പാലസ് ആരാധകർ കൂവിയത് സലാഹ് അടക്കമുള്ളവരെ അരിശം കൊള്ളിച്ചിരുന്നു. എന്നാൽ ജോട്ടയ്ക്ക് വേണ്ടി സീസണിലെ ആദ്യ കിരീടം ഷെൽഫിലെത്തിക്കാൻ ലിവർപൂളിനായില്ല. അതേസമയം ട്രാൻസ്ഫർ മാർക്കറ്റിൽ കോടികൾ വാരിയെറിഞ്ഞത് വെറുതെയായിട്ടില്ല എന്ന ആശ്വാസമുണ്ടാകും സ്ലോട്ടിന്.